നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ്. GKയിൽ നിന്നുള്ള ടോപ്പിക്കാണ്. നോക്കാം. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ. ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് ആരംഭിച്ചത്, നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ. ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. അഭിനവ ഭോജൻ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരാണ്. ആന്ധ്രാഭോജൻ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരാണ്. ഭക്ഷണ ഭോജൻ എന്നറിയപ്പെടുന്നത് രവിവർമ്മ കുലശേഖരൻ. ഭോജൻ: ദക്ഷിണ ഭോജൻ, അഭിനവ ഭോജൻ, ആന്ധ്രാഭോജൻ, ഭക്ഷണ ഭോജൻ. മുല്ലപ്പെരിയാർ ലിസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത് രാമയ്യങ്കാറാണ്. മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയത് വിശാഖം തിരുനാളാണ്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാൾ 1895. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായ്. ദേവസ്വം വകുപ്പ് റവന്യൂ വകുപ്പിൽ നിന്നും വേർപെടുത്തിയ സമയത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. വേർപെടുത്തിയപ്പോൾ ദേവസ്വം വകുപ്പും റവന്യൂ വകുപ്പും രണ്ടാക്കിയപ്പോൾ ശ്രീമൂലം തിരുനാൾ. ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ മൃഗബലി നിരോധിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായ്. മൃഗബലി നിരോധിച്ചത് സേതു ലക്ഷ്മിഭായ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് രൂപീകൃതമായത് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി മാറിയത് 1965. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1936. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയ വർഷം 1956. തിരുവിതാംകൂറിലെ ആദ്യ സർവകലാശാല. കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം 1937. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല എന്ന് പുനഃനാമകരണം ചെയ്തത് 57. 37 നിലവിൽ വന്നു, 57 കേരള സർവകലാശാല എന്ന് പേര് മാറി. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആയിരുന്നു ശ്രീ ചിത്ര തിരുനാൾ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് സർ CP രാമസ്വാമി അയ്യർ. ഇനി കുറച്ച് മുഖപത്രം. SNDPയുടെ നിലവിലെ മുഖപത്രമാണ് യോഗനാഥം. SNDPയുടെ യോഗനാഥം. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം ആദ്യാർ ദീപം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. കേരള പുലയ മഹാസഭയുടെ മുഖപത്രം നയലഭം. ഇനി മന്നത്ത് പത്മനാഭനും ശങ്കറും ചേർന്ന് ആരംഭിച്ച പാർട്ടി. മന്നത്ത് പത്മനാഭനും R ശങ്കറും ചേർന്ന് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. 1950 നിലവിൽ വന്ന ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. R ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. നെക്സ്റ്റ്, അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ ഇസ്ലാം. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. അൽ ഇസ്ലാമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ അമീൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബുൽ കലാം ആസാദ്. നെക്സ്റ്റ്, ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താൻ. ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താൻ. പുലയ മഹാസഭ അയ്യങ്കാളി. പുലയ മഹാസഭ അയ്യങ്കാളി. കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ. കേരള പുലയ മഹാസഭ PK ചാത്തൻ മാസ്റ്റർ. ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താനും പുലയ മഹാസഭ അയ്യങ്കാളി. കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ. കേരള പുലയ മഹാസഭ PK ചാത്തൻ മാസ്റ്റർ. അടുത്തത്
പഴശ്ശി സ്മാരകം മാനന്തവാടി വയനാടാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട്. പഴശ്ശി ഡാം വളപട്ടണം പുഴ കണ്ണൂർ. പഴശ്ശി ഗുഹ മലപ്പുറത്ത്. പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാടും മട്ടന്നൂർ കണ്ണൂരും. ഒന്നുകൂടെ പറയാം. പഴശ്ശി സ്മാരകം മാനന്തവാടി വയനാട്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട്. പഴശ്ശി ഡാം വളപട്ടണം പുഴ കണ്ണൂർ. പഴശ്ശി ഗുഹ മലപ്പുറം. പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാടും മട്ടന്നൂർ കണ്ണൂരും. ഇനി ചില മുദ്രാവാക്യങ്ങൾ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ഏത് ലഹളയുടെ മുദ്രാവാക്യമാണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യമാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന് പറയുന്നത് പുന്നപ്ര വയലാർ സമരം. ചത്താലും ചെത്തും കൂത്താളി എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചത്താലും ചെത്തും കൂത്താളി സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി കുറച്ച് കൃതികൾ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപം കുമാരനാശാന്റെ കൃതി ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ചത് ഉറൂബാണ്. മലബാർ കലാപത്തിന്റെ ബേസിൽ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ചത് ഉറൂബ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ. ഖിലാഫത്ത് സ്മരണകൾ രചിച്ചത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഖിലാഫത്ത് സ്മരണകൾ എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗൻ. മലബാർ മാനുവൽ വില്യം ലോഗൻ. നെക്സ്റ്റ്, മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയാണ് KPR ഗോപാലൻ. മൊറാഴ സമരം KPR ഗോപാലൻ. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്നു KP ഗോപാലൻ. KP ഗോപാലൻ. മൊറാഴ സമരം KPR ഗോപാലൻ. പട്ടിണി ജാഥ നയിച്ച നവോത്ഥാന നായകനാണ് AK ഗോപാലൻ. പട്ടിണി ജാഥ AK ഗോപാലൻ. മൊറാഴ സമരം നടന്ന ജില്ല കണ്ണൂരാണ്. മൊറാഴ എന്ന് പറയുന്ന സമരം നടന്ന സ്ഥലം കണ്ണൂരാണ്. കരിവെള്ളൂർ എന്ന സമരം നടന്നതും കണ്ണൂരാണ്. കരിവെള്ളൂർ എന്ന് പറയുന്ന സ്ഥലം കണ്ണൂരാണ്. കീഴരിയൂർ ബോംബ് കോഴിക്കോട്. കീഴരിയൂർ ബോംബ് കേസ് നടന്ന സ്ഥലം കോഴിക്കോട്. നെക്സ്റ്റ്, മൊറാഴ സമരം നടന്ന ജില്ല കണ്ണൂർ. മൊറാഴ എന്ന് പറയുന്ന സ്ഥലം കണ്ണൂർ. കരിവെള്ളൂർ സമരം നടന്ന ജില്ല കണ്ണൂർ. കരിവെള്ളൂർ കണ്ണൂർ. കീഴരിയൂർ ബോംബ് കേസ് നടന്ന ജില്ല കോഴിക്കോട്. കീഴരിയൂർ ബോംബ് കേസ് കോഴിക്കോട്. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴ. പുന്നപ്ര വയലാർ ആലപ്പുഴ. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ്. കയ്യൂർ സമരം കാസർഗോഡ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായിരുന്നു K കേളപ്പൻ. ശുചീന്ദ്രൻ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ME നായിഡു. ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ. ശുചീന്ദ്രൻ സത്യാഗ്രഹം ME നായിഡു. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായിരുന്നു C കേശവൻ. പാലിയം സത്യാഗ്രഹം C കേശവൻ. അമരാവതി സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായിരുന്നു AK ഗോപാലൻ. അമരാവതി AK ഗോപാലൻ. ഇനി ക്ഷേത്രപ്രവേശനം ഓരോരുത്തടത്തും നടന്ന എന്നാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12-നാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2-ന്. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20-ന്. സ്വാതന്ത്ര്യം കിട്ടിയതിനും ശേഷമാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ 1936 നവംബർ 12, മലബാറിൽ 1947 ജൂൺ 2, കൊച്ചിയിൽ 1947 ഡിസംബർ 20. മലബാർ മാനുവൽ വില്യം ലോഗൻ. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ. ട്രാവൻകൂർ മാനുവൽ രചിച്ചത് നാഗം അയ്യ. ട്രാവൻകൂർ മാനുവൽ നാഗം അയ്യ. കൊച്ചിൻ മാനുവൽ രചിച്ചത് C അച്യുത മേനോൻ. കൊച്ചിൻ മാനുവൽ C അച്യുത മേനോൻ.
ഇനി കൊച്ചിയിലെ, ഇത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ്, കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു പനമ്പള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രിയായിരുന്നു ഇക്കണ്ട വാര്യർ. ആദ്യത്തേത് പനമ്പള്ളി ഗോവിന്ദ മേനോൻ, അവസാനത്തേത് ഇക്കണ്ട വാര്യർ. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പരവൂർ ടി.കെ. നാരായണപിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തേത് പട്ടം താണുപിള്ളയും അവസാനത്തേത് പറവൂർ ടി.കെ. നാരായണപിള്ളയും. ഇനി തിരുക്കൊച്ചി സംസ്ഥാനമായതിനു ശേഷം തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു പറവൂർ ടി.കെ. നാരായണപിള്ള. പറവൂർ ടി.കെ. നാരായണപിള്ള തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രിയായിരുന്നു പനമ്പള്ളി ഗോവിന്ദ മേനോൻ. തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി.കെ. നാരായണപിള്ളയും തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോനും. നെക്സ്റ്റ്, കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ MLA ആയ വ്യക്തിയായിരുന്നു മാത്യു ടി തോമസ്. കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ സ്പീക്കറായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ മന്ത്രിയായ വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് AK ആന്റണി. നെക്സ്റ്റ്, പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. പറങ്കികൾ പോർച്ചുഗീസുകാർ. പരാന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. ഡച്ചുകാരുടെ മറ്റൊരു പേരാണ് നെതർലാൻഡുകാർ. വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ. യവനർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാർ. ഷീമക്കാർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാർ. ഇനി ഓരോ ഉടമ്പടികൾ ഏത് സ്ഥലത്ത് നടന്നെന്നുള്ളതാണ്. മലബാറിലെ 2 ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. ഒന്ന് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി, പിന്നെ 1800 ഒരെണ്ണം. കൊച്ചിയിലും 1791 ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. 1800 ഉണ്ടായിട്ടുണ്ട്. തിരുവിതാംകൂറിൽ 1795 ബ്രിട്ടീഷുകാരുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. 1805 ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. രാജവംശത്തിൻ്റെ പഴയ പേരും പുതിയ പേരും. തിരുവിതാംകൂർ രാജവംശം അറിയപ്പെടുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ്. തിരുവിതാംകൂർ രാജവംശം അറിയപ്പെട്ടിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം. വേണാട് അറിയപ്പെട്ടിരുന്നത് ചിറവാ സ്വരൂപം എന്നാണ്. വേണാട് അറിയപ്പെട്ടിരുന്നത് ചിറവാ സ്വരൂപം. കൊച്ചി അറിയപ്പെട്ടിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം. കോഴിക്കോടോ നെടിയിരുപ്പ് സ്വരൂപം. കോലത്തുനാട് കോല സ്വരൂപം. കൊട്ടാരക്കര അറിയപ്പെട്ടിരുന്നത് കൊട്ടാരക്കരയുടെ ഇളയടത്ത് സ്വരൂപം. ഇനി ഓരോ മിഷണറി സംഘങ്ങളും അവരുടെ പ്രവർത്തന മേഖലയും. ലണ്ടൻ മിഷൻ സൊസൈറ്റി, അതായത് LMS തിരുവിതാംകൂറിലായിരുന്നു പ്രവർത്തിച്ചത്. ചർച്ച് മിഷൻ സൊസൈറ്റി CMS കൊച്ചിയിൽ, തിരുവിതാംകൂറിലും. ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM എന്ന് പറയുന്നത് മലബാർ മേഖലയിലായിരുന്നു. തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനാണ്. ദക്ഷിണേന്ത്യയുടെ അശോകൻ എന്നറിയപ്പെട്ടിരുന്നത് അമോഘ വർഷനായിരുന്നു.